റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സ്കൂൾ ഒളിമ്പിക്സിൽ മത്സരാർത്ഥിക്ക് അനധികൃത എൻട്രി എന്ന പരാതി. സീനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ ജില്ലാ മീറ്റിൽ പുറത്തായ കുട്ടിയെ സംസ്ഥാന മീറ്റിൽ മത്സരിപ്പിച്ചു. മലപ്പുറം ഐഡിയൽ സ്കൂളിന്റെ താരത്തിനെതിരെയാണ് പരാതി. അനധികൃത എൻട്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മലപ്പുറം റവന്യൂ ജില്ലാ കായികമേളയിൽ സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹൈജമ്പിൽ അവസാന സ്ഥാനത്തെത്തിയ കുട്ടിയാണ് അനധികൃത എൻട്രിയിലൂടെ സംസ്ഥാന മീറ്റിനെത്തിയത്. ജില്ലാ മീറ്റിലെ 3 ശ്രമവും പരാജയപ്പെട്ട മലപ്പുറം ഐഡിയൽ കടകശ്ശേരിയിലെ വിദ്യാർത്ഥിനി അവസാന സ്ഥാനത്തായിരുന്നു. ആദ്യ 3 സ്ഥാനക്കാർക്കാണ് സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാനെന്നിരിക്കെ ഐഡിയലിലെ വിദ്യാർത്ഥിനി സംസ്ഥാന മീറ്റിനെത്തി മെഡലുകളും നേടി. ജില്ലാ മീറ്റിൽ കുട്ടി പുറത്തായിരുന്നുവെന്ന് ഐഡിയലിലെ അധ്യാപകൻ തന്നെ റിപ്പോർട്ടറിനോട് സമ്മതിച്ചു. ജില്ലയിൽ ആ കുട്ടി വാഷൌട്ട് ആയതല്ലേ? ആ കുട്ടി വാഷൌട്ട് ആയതാണ്. അപ്പൊ അവരെ കൂടെ ജമ്പ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ഒരു എന്താ പറയാ അവസരത്തിന് വേണ്ടിയിട്ട് അവര് ആ പരസ്പരം മത്സരിക്കുന്ന കുട്ടികളെടുത്ത കാര്യമാണ്. മലപ്പുറം മീറ്റിൽ വെള്ളി നേടിയ മറ്റൊരു താരവും ഐഡിയലിലെ കുട്ടി അയോഗ്യയാണെന്ന് ഉറപ്പിക്കുന്നു. ശരിക്കും എൻട്രി കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം വേറൊരു കുട്ടിക്കാണ് അവിടെ ജില്ലയിൽ തേർഡ് വന്നത്. ആ കുട്ടിയുടെ എൻട്രി മേടിച്ചിട്ടാണ് സ്റ്റേറ്റിലോട്ട് എൻട്രി മേടിച്ചത്. വിദ്യാർത്ഥിനിക്കും സ്കൂളിനുമെതിരെ മലപ്പുറം ഡിഇക്ക് പരാതി നൽകിയെങ്കിലും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. അത്തരം പരാതികൾ കിട്ടി അതെല്ലാം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധയിൽപ്പെട്ട അപ്പോൾ തന്നെ അത് നടപടിയാണ്. സംസ്ഥാന മീറ്റിൽ 2 വെള്ളിയും 1 വെങ്കലവും നേടി ആ കുട്ടി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരാളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി വന്ന എൻട്രിയെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത്. ഒഫീഷ്യൽസും അതിന് കുടപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.